ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ ലെക്ചർ ഓഫ് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 2ലെ സിലബസ് നോക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും 3 മെയിൻ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച്, സെക്കൻഡ് വൺ ഡിസൈൻ തിങ്കിങ് ആസ് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യനിങ്, തേർഡ് വൺ ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയൺമെൻറ്റ്. ഇങ്ങനെ 3 ടോപ്പിക്കാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ട് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സാണ്. ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിന് 2 ടൈപ്പിലുണ്ട്. ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് ടൈപ്പും ഡിസൈൻ തിങ്കിങ് ആസ് എ ടീം എൻവയൺമെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈൻ തിങ്കിങ് അപ്രോച്ചാണ്. ഈ ഡിസൈൻ തിങ്കിങ് അപ്രോച്ചിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനും ഈ ഡിസൈൻ തിങ്കിങ് അപ്രോച്ചിന് ഒരു 5 സ്റ്റേജുള്ള പ്രോസസ്സും ഉണ്ട്. അതായത് എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 5 സ്റ്റെപ്സ് ഉള്ളൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്, വാട്ട് ഈസ് ഡിസൈൻ തിങ്കിങ് അപ്രോച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡൈവേർജൻ ആൻഡ് കൺവേർജൻ ക്വസ്റ്റ്യനിങ്ങും, അടുത്തതിൽ നമ്മൾ ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയൺമെൻറ്റാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ, എന്താണ് ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് എന്ന് പറയുന്നത്? ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ഈസ് എ ഡിസൈൻ മെത്തഡോളജി ദാറ്റ് പ്രൊവൈഡ് എ സൊല്യൂഷൻ based approach to solving a problem. Design thinking is a non-linear iterative process that teams uses to understand the users, challenge assumptions, redefine problems and create innovative solution to prototype and test. എന്ന് വെച്ചാൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ ഒരു വയസ്സായ ആൾക്കാർ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ വയസ്സായ ആൾക്കാരനെ ഇൻ്റർവ്യൂ ചെയ്ത് അവരോട് കാര്യങ്ങൾ എന്താണെന്ന് തിരക്കി അതിനൊരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഡിസൈൻ തിങ്കിങ് ഈസ് എ നോൺ ലീനിയർ ആൻഡ് ഐട്രേറ്റീവ് പ്രോസസ്സ് എന്ന് പറയാൻ കാരണം എന്തിനാണ് നമ്മൾ ഈ ഐട്രേഷൻ എന്ന് പറയാം? മാത്സിലൊക്കെ കുറേ ഐട്രേഷൻസ് നടക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലെ പ്രോഗ്രാമിങ്ങിൽ കുറേ ഐട്രേഷൻസ് നടക്കും എന്ന് പറയാൻ കാരണം എന്താ? ആദ്യം നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, ന്യൂ ഇന്നൊവേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അത് യൂസ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ നെഗറ്റീവ് എല്ലാവരും അറിയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യും, ഒന്നുകൂടി ഐട്രേറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യും. എന്നിട്ട് ഒന്നുകൂടി ടെസ്റ്റിന് കൊടുക്കും. ഈ ടെസ്റ്റ് ചിലപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, അതൊന്നുകൂടി നന്നാക്കും. ഇങ്ങനെ ഓരോ പ്രോസസ്സിൽ ഇമ്പ്രൂവ് ചെയ്ത് ബെസ്റ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനാണ് ഐട്രേഷൻ എന്ന് പറയുന്നത്. സോ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സ് ഈസ് എ ഐട്രേറ്റീവ് പ്രോസസ്സ്. അതിൽ ചലഞ്ച് അസംഷൻസ്, യൂസേഴ്സിൻ്റെ നീഡ് എന്താ, അവർക്കുള്ള ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ ഇൻ ദ ഫോം ഓഫ് എ പ്രോട്ടോടൈപ്പ് ആൻഡ് ടെസ്റ്റ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ചെറിയ കുഞ്ഞു മോഡൽ സ്കെയിൽ കുറച്ചിട്ട് കോസ്റ്റ് കുറച്ചിട്ടൊരു മോഡൽ ഉണ്ടാക്കി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്കോ ഇറക്കുള്ളൂ. അപ്പോൾ അതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സാണ്. ഈ പ്രോസസ്സിന് 5 ഫേസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എംപത്തൈസ്, ദെൻ ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ് ആൻഡ് ടെസ്റ്റ്. ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് ഈ പ്രോസസ്സിനുള്ളത്. ഈ പേരുകൾ ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിക്കണമെന്ന് നിർബന്ധമാണ്. ബട്ട് ഇതിനുള്ളിലുള്ള സംഭവങ്ങളെല്ലതും നമുക്കറിയുന്നതാണ്. എംപത്തൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളോട് എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് ഇൻ്റർവ്യൂ ചെയ്തോ ക്വസ്റ്റ്യൻ നടത്തിയോ സർവേ നടത്തിയോ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യനൊക്കെ എന്താണ് അവരുടെ ആക്ച്വൽ പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലത്തിന് കുറേ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെക്കുക, ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ഇങ്ങനൊരു 5 പ്രോസസ്സാണ് ഇത്. ഈ 5 സ്റ്റേജസിൻ്റെ പേരും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം നിർബന്ധമാണ്. കാരണം ഇതിൻ്റെ താഴെയാണ് നിങ്ങൾ അത് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്താണെന്ന് ഒരു അനിമേഷൻ രീതിയിൽ നമുക്ക് നോക്കി വെക്കാം. Okay, design thinking is a 5-step process to come up with the meaningful idea that solve real problem for a particular group of people. The process is taught in a top design and business school around the world. It has brought many business loads of happy customers and helped entrepreneurs from all around the world to solve the problem with innovative new solutions. സാധാരണ ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സൊക്കെ ബിസിനസ് സ്കൂളിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്. കാരണം അവർക്ക് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനും പുതിയ ന്യൂ ഇന്നൊവേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കാനും അവരുടെ പ്രോഫിറ്റ് കൂടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു
ഈ ഒരു കാലത്തും അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോഴും ബിസിനസ്സിൽ ഇവരത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എംപത്തൈസ്. എംപത്തൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പ്രോബ്ലം ഉള്ള ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് നമ്മൾ അവരോട് ഇൻ്റർവ്യൂ നടത്തും. അവരോട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റനെയർ സർവേ നടത്തും. ചില സർവേസൊക്കെ നമുക്ക് ചിലപ്പോൾ ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കില്ല നമ്മളോട്, എന്തൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ്, ഇന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഫീഡ്ബാക്ക് എടുക്കാൻ പറയില്ലേ, എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ദ പർപ്പസ് ഓഫ് ദ സ്റ്റെപ്പ് 1 ഈസ് ടു കണ്ടക്ട് ഇൻ്റർവ്യൂ ദാറ്റ് ഗിവ് യു ആൻ ഐഡിയ അബൌട്ട് വാട്ട് പീപ്പിൾ റിയലി കെയർ അബൌട്ട്. വി നീഡ് ടു എംപത്തൈസ് വിത്ത് ദിയർ സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, if you want to help old people, you might find that they want to keep the ability to walk around. In your conversations, they might share with you different ways they can do that. Later, into the interview, you will want to dig a little deeper. Look for personal stories or situations where things become difficult. Ideally, you redo the process with many people with the same problem. വയസ്സായ ആൾക്കാരോട് അവരുടെ പ്രശ്നങ്ങളും അവർക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഒരാളോടല്ല, കുറേ പേരോട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഡിഫൈൻ ദ പ്രോബ്ലം. കുറേ ആൾക്കാർ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, സ്റ്റെപ്പ് കയറുമ്പോൾ, ഗ്രോസറി സ്റ്റോപ്പ് പോകുമ്പോൾ, അങ്ങനത്തെ ഉള്ള ഭയങ്കര പ്രശ്നങ്ങൾ. പക്ഷേ ഗ്രോസറി സ്റ്റോർ പോകുന്നതല്ല അവരുടെ പ്രശ്നം, സ്റ്റെപ്പ് കയറുന്നതല്ല പ്രശ്നം. എന്താണ് അവരുടെ ശരിക്കുള്ള പ്രോബ്ലം? നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണോ? എന്താണ് അവർക്ക് ആവശ്യം? അവരുടെ നീഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കലാണ് ഡിഫൈൻ ദ പ്രോബ്ലം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഡിഫൈൻ. ലുക്കിംഗ് അറ്റ് ദ ഇൻ്റർവ്യൂസ്, യു ക്യാൻ നൗ അണ്ടർസ്റ്റാൻഡ് ദ ആക്ച്വൽ നീഡ്സ് ദാറ്റ് പീപ്പിൾ ആർ ട്രൈയിങ് ടു ഫുൾഫിൽ വിത്ത് സർട്ടൻ ആക്ടിവിറ്റീസ്. നടന്നിട്ടോ ഇരുന്നിട്ടോ എന്താണെങ്കിലും എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് കൊണ്ട് അവർ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത് നോക്കുക. വൺ വേ ടു ഡു ദാറ്റ് is to underline the verbs or activities that the people mention when talking about their problems, like going for a walk, meeting old friends or tea, or simply going grocery shopping around the corner store. You might realize it is not so much about going out but more about staying in touch. After your analysis, formulate a problem statement. Some elderly are afraid to be lonely. They want to stay connected. അപ്പോൾ അവർക്ക് നടക്കാനുള്ളതല്ല പ്രോബ്ലം. അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഭയങ്കര ലോൺലിയാണ്. സോ ദേ വാണ്ട് ടു ബി ഗെറ്റ് കണക്റ്റഡ്. ദാറ്റ്സ് എ ഡിഫൈനിങ് ദ പ്രോബ്ലം. അതാണ് അവരുടെ ശരിക്കുള്ള പ്രോബ്ലം. അവർക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യണം. സോ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ടു ഐഡിയേറ്റ്. ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രോബ്ലം നോക്കിയിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻസ്, ഒരു സൊല്യൂഷനല്ല ഒരുപാട് സൊല്യൂഷൻസ് അതിന് വേണ്ടി കണ്ടുപിടിക്കുകയാണ്. നൗ ഫോക്കസ് ഓൺലി ഓൺ ദ പ്രോബ്ലം. അവരുടെ ആക്ടിവിറ്റി അല്ല, അതിൻ്റെ പ്രോബ്ലംസിൽ. നൗ ഫോക്കസ് ഓൺലി ഓൺ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കം അപ്പ് വിത്ത് ഐഡിയാസ് ദാറ്റ് സോൾവ് ദ പ്രോബ്ലം. The point is not to get a perfect idea, but rather to come up with as many ideas, like unique virtual reality experiences. അവർക്ക് വെർച്വലായിട്ട് മീറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം, സീനിയർ എൽഡർലി ഫ്രണ്ട്ലി ഹോവർ ബോർഡ് ഓർ മോഡിഫൈഡ് പുഷ് കാർട്ട് ഹോവർ ബോർഡിൻ്റെ ഒരു ഇതുണ്ടാക്കുക. അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, sketch up your best ideas and show them to the people you are trying to help, so you get their feedback. ഇങ്ങനെ ഇവർക്ക് മീറ്റ് ചെയ്യാനും ഇവർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള പല പല സൊല്യൂഷൻസ് ഉണ്ടാക്കി അതിൻ്റെ ഒക്കെ ഒരു സ്കെച്ച് ഉണ്ടാക്കുക. എന്നിട്ട് അത് അവരുടെ കാണിക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് ഉണ്ടാക്കുക. ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ടു ദ പ്രോട്ടോടൈപ്പ്. നൗ ടേക്ക് എ മൊമെൻറ്റ് ടു റിഫ്ലക്റ്റ് ഓൺ വാട്ട് യു ഹാവ് ലേൺ ഫ്രം യുവർ കോൺവെർസേഷൻ അബൌട്ട് ദ ഡിഫറെൻറ്റ് ഐഡിയാസ്. ആസ്ക് യുവർ സെൽഫ്, ഹൗ ഡസ് യുവർ ഐഡിയ ഫിറ്റ് ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് പീപ്പിൾസ് ആക്ച്വൽ ലൈഫ്സ്. നമ്മൾ ഐഡിയാസ് അവർക്ക് ആക്ച്വലി പോസിബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അവരോടായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഒന്നും കൂടി അനലൈസ് ചെയ്യുക. യുവർ സൊല്യൂഷൻ കുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് ന്യൂ ഐഡിയ ആൻഡ് വാട്ട് ഓൾറെഡി ബീങ് യൂസ്ഡ്. നമ്മളെ സൊല്യൂഷൻ എന്തായിരിക്കാം? ഒന്നല്ലെങ്കിൽ പുതിയ ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് ന്യൂ സൊല്യൂഷൻ, നമ്മളുടെ സൊല്യൂഷനും അവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നൊരു സൊല്യൂഷനും ഉള്ളൊരു കോമ്പിനേഷൻ ആവുക. ദെൻ കണക്ട് ദ ഡോട്ട്സ്. Sketch up your final solution and go build a real prototype that just good enough to be tested. ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക. Then go for the fifth step, that is testing our prototype. Now test your prototype with an actual users. Don't defend your idea in case people don't like it.
The point is to learn what works and what didn't. So any feedback is great. ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ പ്രോട്ടോടൈപ്പ് തെറ്റാണ്, ഇവർ ഭയങ്കര മോശമാണ് നമ്മൾ വിചാരിക്കരുത്. ഏതാണെങ്കിലും ഒരു ഫീഡ്ബാക്ക്, നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത് നല്ലതാണ്. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഗോ ബാക്ക് ടു ദ ideation or prototyping and apply your learning. Repeat the process until you have a prototype that works and solve the real problem. Now എന്തെങ്കിലും ഒരു പ്രശ്നം അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയത് ഒന്നും കൂടി ഒരു ഡിഫൈൻ ചെയ്യുക. അങ്ങനെ നമുക്ക്